നമസ്കാരം. PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഊർജം തന്നത് രണ്ട് വ്യത്യസ്തമായ കോളുകൾ അടുത്തടുത്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഒരു വീട്ടമ്മയും ഒരാൾ ഗൾഫിലെ ലേബർ ക്യാമ്പിൽ നിന്നുമായിരുന്നു ആ ഒരു കോൾ വന്നത്. അവരുടെ രണ്ടുപേരുടെയും പ്രശ്നം രണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിന്നാണെങ്കിലും രണ്ട് വ്യത്യസ്ത ജെൻഡർ ആണെങ്കിലും ഒരേ പ്രശ്നമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതായത് രണ്ടുപേരുടെ ഏജിനെ സംബന്ധിച്ച് അവരുടെ കുറച്ച് പ്രായമായി. അപ്പോൾ അവർക്ക് പ്രിപ്പറേഷൻ തുടങ്ങാനത് റൈറ്റ് ടൈമാണോ, എന്നെ കൊണ്ട് പഠിച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അപ്പോൾ ഇത്തരത്തിലായിരുന്നു അവരുടെ ഒരു ഡൗട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സുഹൃത്തുക്കൾ മുമ്പ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുന്നേ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലറായിട്ട് കുറെ കോൾ കിട്ടി. അവർ ആഫ്റ്റർനൂൺ വന്ന രണ്ട് കോൾസ് വളരെ സിമിലർ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പ്രമേയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണം. മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് UPSCയെ പറ്റി ഞങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹെസിറ്റേറ്റ് ചെയ്യേണ്ട. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവരടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ഏജ് എന്ത് തന്നെ ആയിക്കോട്ടെ. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ഒരു ദിവസം 30 years കഴിഞ്ഞ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് പ്രിപ്പറേഷൻ പറ്റുമോ? അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാനുള്ള 3 കാര്യങ്ങൾ, ആദ്യത്തേത് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എന്താണോ അത് UPSCയുടെ സിവിൽ സർവീസ് എക്സാം എഴുതാനായിട്ട് ഉതകുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുക. അത് 32 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക്, 35 വയസ്സ് OBC കാറ്റഗറിക്ക്, 40 വയസ്സ് SC ആൻഡ് ST കാറ്റഗറിക്ക്. ഇങ്ങനെയാണ് അതിന്റെ ഏജിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന് ആദ്യത്തെ കാര്യം നോക്കുക. ഈ രണ്ടാമത്തെ കാര്യം, 2021 എക്സാം ആണ് നിങ്ങൾ എഴുതാനായിട്ട് തയ്യാറെടുക്കുന്നതെങ്കിൽ ഇപ്പൊ മുതൽ ഒരു വർഷക്കാലത്തേക്ക് ഡെയിലി ഒരു 5 hours ഡെഡിക്കേറ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ സാധിക്കുമോ? കണ്ടിന്യൂസ് ആയിട്ടൊന്നും വേണ്ട, രാവിലെയും വൈകിട്ടും രാത്രിയുമായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തെങ്കിലും ആ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നോ ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, നത്തിങ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഡു ഇറ്റ്. ഇനി ഈ സാഹചര്യങ്ങളിലുള്ളവര് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് വലിയ പ്ലാനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ നടക്കില്ല. അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യം, സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ചിലപ്പോൾ ബുക്സ് ആയിരിക്കും, NCERT ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ നോട്ടായിരിക്കും, അല്ലെങ്കിൽ പത്രമായിരിക്കാം, എന്ത് തന്നെ ആയാലും. ഇനിയിപ്പോ അതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ NCERTയുടെ സൈറ്റിൽ പോവുക, 6th 7th ചെറിയ ക്ലാസ്സിൽ ഏതെങ്കിലും പാഠം ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ തന്നെ ഇരുന്ന് വായിക്കുക. അതായത് ഈ വീഡിയോ കണ്ട് തീർന്ന ഉടനെ തന്നെ നിങ്ങൾ അത്രയും അസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഒരു 15-20 മിനിറ്റ് നിങ്ങൾ വായിക്കുക, മനസ്സിൽ പ്രിപ്പയർ ചെയ്യുക. വായിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഞാൻ മിനിമം സമയമാണ് പറഞ്ഞത്, വായിച്ച് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അതായത് വൈകിട്ടാണോ അല്ലെങ്കിൽ നാളെയാണോ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ കണ്ടിന്യൂഷൻ വായിക്കാൻ പറ്റുന്നത്, അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക. കാര്യങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും. മൊബൈൽ എടുക്കുക, ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എനിക്ക് ഈ ടോപ്പിക്ക് വായിക്കണമെന്ന് മെൻഷൻ ചെയ്ത് വയ്ക്കുക. ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുക. ഒരു ചെറിയ കിക്ക് സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ഇൻട്രസ്റ്റ് താനേ വന്നുകൊള്ളും. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിന്റെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റേണ്ടുന്ന ആവശ്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 ദിവസം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക. കണ്ടിന്യൂ ചെയ്ത് പോയതിനു ശേഷം ഞങ്ങളുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു സ്റ്റഡി പ്ലാന് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് ടോപ്പിക്കും ഡൈനാമിക് ടോപ്പിക്കും എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ, വീക്ക്ലി സ്റ്റഡി പ്ലാന് പ്രിപ്പയർ ചെയ്യുക. അതുമായിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ഇനി അത്ര കണ്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് 2021 എഴുതാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഞങ്ങളുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം, അതായത് പേഴ്സണൽ മെന്റർ എന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇത് റിഗ്രസ് ട്രെയിനിങ്, അത് ഡെയിലി പ്രാക്ടീസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത്ര കണ്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ല ഒരു 2 വർഷം ഒക്കെ ഡിഗ്രി കഴിയാനാണ്, അങ്ങനെ ചിലരുണ്ട്. അതായത് ലേബർ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചതിൽ പലർക്കും ഡിഗ്രി ഇല്ല, അവർ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നു, 2nd ഇയർ 3rd ഇയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ട്, അപ്പോൾ അവർക്ക് ഒരു 2 വർഷം ഗ്യാപ്പ് എടുത്ത്, അതായത് 2 വർഷം കഴിഞ്ഞിട്ട് എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ ഡിഗ്രിയുടെ. അപ്പോൾ അത് കഴിഞ്ഞാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്തേക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കിട്ടും. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ശരിക്കും അസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് സംതിങ്. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം, നിങ്ങൾ ചെയ്തതിന്റെ കാര്യങ്ങൾ കമന്റ് ബോക്സിലും ഒപ്പം ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പറയുക. വളരെ സന്തോഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോയുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.